back to Sala Learning. So, നിങ്ങൾ വിചാരിക്കും എന്താണ് മിസ് ആ കടലൊക്കെ കണ്ട് പാട്ടൊക്കെ പാടി വൈ പഠിച്ചിരിക്കുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ. സോ ഒരു പേടി വേണ്ട, അടിപൊളിയായിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കടലിനെ പറ്റി അതേപോലെ തന്നെ പുഴയെ പറ്റി പുഴയുടെ അകത്തുള്ള വെള്ളത്തെ പറ്റിയൊക്കെയാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. സോ ജലത്തിനെ പറ്റിയിട്ടുള്ള ഒരു ചാപ്റ്റർ, അടിപൊളി ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കുമായിട്ടാണ് ഇന്ന് മിസ് വന്നിട്ടുള്ളത്. സോ മക്കളെ, നമുക്ക് നമ്മുടെ കാര്യത്തിലോട്ട് കിടക്കാം. അപ്പൊ വാട്ടർ ആൻഡ് ലൈഫ്, ജലം നിത്യജീവിതത്തിൽ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ, ഒരു അടിപൊളി ചാപ്റ്റർ എൻ്റെ മക്കൾക്ക് പഠിക്കാനുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും പഠിക്കേണ്ടതുമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മിസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ മക്കളെ, നമ്മൾ ജലത്തെ പറ്റിയിട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പഠിക്കാൻ പറ്റിയ ഒരു ടൈമാണ് അല്ലേ. ഒന്നാമത് പ്രളയവും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ എങ്ങനെ നമ്മൾ അതിനെ പ്രതിരോധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ പ്രകൃതി ദുരന്തങ്ങളെ പറ്റിയിട്ടും അപ്പോൾ എന്തൊക്കെ പ്രതിവിധികൾ വേണമെന്നുള്ളതും എങ്ങനെ ജലത്തെ സംരക്ഷിക്കാം, എന്തുകൊണ്ടൊക്കെയാണ് ഈ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവുന്നത് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് നമ്മുടെ ജലം നിത്യജീവിതത്തിൽ എന്ന ചാപ്റ്റർ. അപ്പൊ ഇതില് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും എന്നാൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. സോ നമുക്ക് നോക്കാം. അപ്പൊ ഫസ്റ്റ് മിസ് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. എന്തിനെല്ലാം നമ്മൾ വാട്ടർ യൂസ് ചെയ്യുന്നുണ്ടടാ? നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മൾ കുടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്, കുളിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. ദെൻ ആഹാരം പാകം ചെയ്യാൻ നമുക്കൊരു അടിപൊളിയായിട്ട് മാഗി അമ്മ ഉണ്ടാക്കി തരണമെന്നുണ്ടെങ്കിൽ പോലും എന്ത് വേണം? അതിനകത്ത് വെള്ളത്തിനകത്തിട്ട് മാഗി ഇട്ടിട്ട് വേണം നമുക്കത് റെഡിയാക്കാൻ അല്ലേ. അപ്പൊ വെള്ളം തിളപ്പിക്കുക എന്നുള്ളത് ഏതൊരു കറി ഉണ്ടാക്കുമ്പോഴും എന്തൊരു ഉപ്പേരി ഉണ്ടാക്കുകയാണെങ്കിൽ പോലും നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കേസാണ് ഫുഡ് ഡ്രിങ്കിങ്. നമ്മൾ കുടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഒഴിച്ചുകൂടാനാവാത്ത കാര്യമാണ് ഭക്ഷണം, വെള്ളം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ വെള്ളത്തിനൊരു അളവുണ്ട്. അപ്പൊ നിങ്ങളൊക്കെ ആണെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 1.5 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം. അപ്പൊ അങ്ങനെ ഒരുപാട് യൂസുകൾ നമ്മുടെ എന്തിനുണ്ട്? വെള്ളത്തിനുണ്ട്. ആൻഡ് അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടിയിട്ട്, ആൻഡ് വാഷിംഗ് വെസൽ, പാത്രം കഴുകാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ള ഒരുപാട് യൂസുകൾ നമ്മുടെ വെള്ളത്തിനുണ്ട് അല്ലേ. അപ്പൊ വെള്ളത്തിന് യൂസുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി അറിയുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞാൽ മിസ് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മണിയായിട്ട് ആൻസർ ചെയ്യും. അങ്ങനെയാണെങ്കിൽ മിസ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്തൊക്കെയാണ് നമ്മുടെ വാട്ടറിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്? വാട്ടറിന് നമ്മൾ ഇതുപോലെ യൂസുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു, വാഷിങ് അതുപോലെ വെസൽ ക്ലീനിങ്ങും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബട്ട് എന്നാലും എന്തൊക്കെയായിരിക്കും അതിന്റെ സ്പെഷ്യാലിറ്റി? എന്തൊക്കെയാണ് മറ്റുള്ളതിൽ നിന്ന് ഇപ്പോൾ വ്യത്യസ്തപ്പെട്ട് നമ്മുടെ വാട്ടറിന് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ? അതൊന്ന് നമുക്ക് നോക്കിയാലോ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജലത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെ, വാട്ട് ഈസ് ദ പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് നോക്കാം. സെറ്റ് ആണോ, റെഡി ആണോ, പവർ ആണോ? സോ ആ പവറോട് കൂടി തന്നെ നമുക്ക് നമ്മുടെ കാര്യത്തിലോട്ട് വരാം. സോ ഈ ഒരു ടേബിൾ ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഇത് പഠിക്കാനായിട്ടുണ്ടാവില്ല, പക്ഷെ നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. കാരണം ഓരോരോ വാട്ടറിന്റെ സ്പെഷ്യാലിറ്റി എടുത്തെടുത്ത് പറയുന്ന ഒരു ടേബിളാണ് ഈ കാണുന്നത്. എന്നാ നോക്കുക, വസ്തുക്കളെ ലയിപ്പിക്കാനുള്ള കഴിവ്. നിങ്ങൾ കുറച്ച് ഉപ്പ് എടുത്തിട്ട് വെള്ളത്തിലിട്ട് നോക്കടാ, അല്ലെങ്കിൽ എന്താ പറയുക പഞ്ചസാര എടുത്ത് വെള്ളത്തിലിട്ട് നോക്കുക. കുറച്ച് കഴിഞ്ഞാൽ അത് അലിഞ്ഞു പോയതിന് ശേഷം അതിനെ കാണാൻ പോലും പറ്റില്ല. അപ്പൊ വെള്ളത്തിൽ എവിടെ പോയി അത് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ആൻസർ ചെയ്യും? അത് അലിഞ്ഞു പോയി മിസ് എന്ന് പറയല്ലേ. അപ്പൊ നമ്മൾ ഈ അടിപൊളിയായിട്ടുള്ള നമ്മളിങ്ങനെ അടിപൊളിയായിട്ട് എന്ത് ചെയ്യും? സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങിച്ചു കുടിക്കല്ലോ, മായും പെപ്സിയും കൊക്കക്കോളി ഇതൊക്കെ വാങ്ങിച്ചു കഴിക്കും. അപ്പൊ അതിലൊക്കെ മധുരം ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷേ പഞ്ചസാരയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനെയുള്ള യൂസ്, അതുപോലെ വസ്ത്രം അലക്കുന്ന സമയത്തൊക്കെ നമ്മൾ സോപ്പ് പൊടിയിട്ട് നന്നായിട്ട് ലയിപ്പിക്കാറുണ്ട് അല്ലേ. അപ്പൊ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ എന്തിനാണ് കാണിക്കുന്നത്? വസ്തുക്കളെ ലയിപ്പിക്കാനുള്ള കഴിവുണ്ട് എന്നാണ് കാണിക്കുന്നത്. ദെൻ ഒഴുകാനുള്ള കഴിവ്. അതാ മിസ് നല്ല പാട്ടൊക്കെ പാടി കരകാണ കടലമേലെ മോഹപ്പൂങ്കുരുവി പറഞ്ഞപ്പോ കടൽ ഒഴുകി ഒഴുകി വരുന്നതാണല്ലോ, പുഴ ഒഴുകി ഒഴുകി പോകുന്നതാണല്ലോ, കുളം എല്ലാം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. സോ ഒഴുകാനുള്ള കഴിവ് പൈപ്പിലൂടെ കൊണ്ടുപോകുന്നു. ഇപ്പൊ വെള്ളത്തിനൊക്കെ നമ്മുടെ പൈപ്പിലൂടെയൊക്കെ അല്ലേ വെള്ളം വരിക. അപ്പൊ അതൊരു കഴിവാണ്. ദെൻ താപത്തെ വഹിക്കാനുള്ള കഴിവ്, ഹീറ്റ് ക്യാരി ചെയ്യാനുള്ള കഴിവ്. നമ്മൾ അടിപൊളിയായിട്ട് കുക്ക് ചെയ്യുന്നു ഇല്ലേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുന്നു. അത് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യും? വെള്ളം ചൂടാക്കും. വെള്ളം ചൂടാവുക എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താടാ? താപം വഹിക്കുന്നു. താപത്തിനെയും കൂടെ അത് എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ ഹീറ്റിനെ കൂടെ അത് ക്യാരി ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ക്യാരി ഹീറ്റ്. അപ്പൊ പാചകം ചെയ്യാം. ഇതിന് ആകൃതി ഉണ്ടോ മക്കളെ വെള്ളത്തിന്? ഇത് വെള്ളമല്ല, ഇത് സാനിറ്റൈസർ ആണ്, എന്നാലും ഇതൊരു ലിക്വിഡ് ആണെന്ന് സങ്കല്പിക്കാലോ. അപ്പൊ ഇതിൽ നോക്കുക, ഇതിന് ഷേപ്പ് ഉണ്ടോ? ഇല്ല. ഇതിലെടുത്താൽ ഇതിന്റെ ഷേപ്പ്, വേറൊരു പാത്രത്തിലെടുത്താൽ അതിന്റെ ഷേപ്പ്, കുഞ്ഞു പാത്രത്തിലെടുത്താൽ കുഞ്ഞു പാത്രത്തിന്റെ ഷേപ്പ്. സോ അതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് ഷേപ്പും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഏത് പാത്രത്തിലാണോ എടുത്തത് അതിന്റെ ആകൃതി ആയിരിക്കും ആര് സ്വീകരിക്കുന്നത്? വാട്ടർ സ്വീകരിക്കുന്നത്. അപ്പൊ ഡിഫറെന്റ് ഷേപ്പിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? വാട്ടറിനെ കാണാറുണ്ട്. ആൻഡ് ഏറ്റവും വലിയ വേറൊരു പോയിന്റ് ആണ്, 3 സ്റ്റേറ്റില് നമുക്കതിനെ കാണാൻ പറ്റും. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്.
നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചാണ്, 4ാം ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ് അല്ലേ. അപ്പൊ ആവിയൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല അടിപൊളി പുട്ട് ഉണ്ടാക്കാറില്ലേ? പുട്ടും കടലയും എന്താ കോമ്പിനേഷൻ അല്ലേ. അപ്പൊ അതിലിങ്ങനെ ആവി വരുന്നത് എങ്ങനെയാണ് മക്കളെ? അത് വാതകാവസ്ഥയിലോട്ട് പോയി എന്നുള്ളതാണ്. വെള്ളം ചൂടാക്കി, അപ്പൊ വെള്ളം എന്ന് പറയുന്നത് ഏതാ? ദ്രാവകാവസ്ഥയിലാണ്. ഇനി വേണമെങ്കിൽ ഐസ്. മിസ്സിന് എന്ത് ചെയ്തു? മിസ്സിന് കുറച്ച് തണുപ്പ്, ഭയങ്കര തണുപ്പോട് കൂടിയിട്ട് ജ്യൂസ് കുടിക്കണം വിചാരിച്ചു. മിസ് എന്ത് ചെയ്തു? വേഗം കൊണ്ടിട്ട് മിസ്സിന്റെ വെള്ളം കുറച്ച്, മിസ്സിന്റെ വീട്ടിലുള്ള വെള്ളം കുറച്ച് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കും. അപ്പൊ ഈസി ആയിട്ട് അത് കട്ടയായിട്ട് ഐസായിട്ട് കിട്ടും. സോ ഖരം, ദ്രാവകം, വാതകം എന്ന് പറയുന്ന 3 അവസ്ഥകളിൽ നമുക്കതിനെ കാണാൻ വേണ്ടി പറ്റുന്നു. സോ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഡിസോൾവ് സബ്സ്റ്റൻസിനെ ഡിസോൾവ് ചെയ്യാനുള്ള കഴിവ്. ആൻഡ് ദെൻ സെക്കൻഡ് വൺ ഫ്ലോ ചെയ്യാനുള്ള കഴിവ്, ഒഴുകാനുള്ള കഴിവ്. ദെൻ ക്യാരി ഹീറ്റ്, ഫോർ കുക്കിംഗ് പർപ്പസിന്റെ കേസിൽ നമുക്ക് പറയാൻ പറ്റും ഹീറ്റ് ക്യാരി ചെയ്യുന്നു എന്ന് പറയാൻ വേണ്ടി പറ്റും. ഹാസ് നോ ഡെഫിനിറ്റ് ഷേപ്പ് അല്ലേ, ഷേപ്പ് ഇല്ല, ബട്ട് ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ. ഏത് കണ്ടെയ്നറിലാണോ എടുക്കുന്നത് അതിന്റെ ഷേപ്പ് ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് എക്സിസ്റ്റ് ഇൻ സോളിഡ്, ലിക്വിഡ്, ഗ്യാഷ്യസ് സ്റ്റേറ്റ്. സോളിഡ് സ്റ്റേറ്റിലും ലിക്വിഡ് സ്റ്റേറ്റിലും ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ നിൽക്കാനുള്ള കഴിവും ആരൊക്കെയുണ്ട്? നമ്മുടെ വാട്ടറിനുണ്ട്. സോ വാട്ടർ എന്ന് പറഞ്ഞാൽ സുമ്മാണോ? അല്ല, വാട്ടറിന് ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട് അല്ലെ. അതേപോലെ നമ്മൾ എടുത്തു വരേണ്ട ഒരു കാര്യമാണ് പ്യുവർ വെള്ളം. നമ്മൾ കുടിക്കുന്ന പ്യുവർ വാട്ടർ നമ്മൾ എടുത്തു എന്ന് വിചാരിച്ചോ, എന്നിട്ട് എടുത്ത് മണത്ത് നോക്കുക. നല്ല ബിരിയാണീന്റെ മണം ആരെങ്കിലും പറയോ? പറയില്ല അല്ലേ. വെള്ളത്തിന് മണമുണ്ടോ മക്കളെ? രുചിയുണ്ടോ? നിറമുണ്ടോ? എന്തെങ്കിലും ഉണ്ടോ നമ്മുടെ വെള്ളത്തിന്? സോ ഇറ്റ് ഡസ് നോട്ട് ഹാവ് കളർ ഓർ ഓർഡർ. സോ ഇറ്റ് മസ്റ്റ് ബി പ്യുവർ വാട്ടർ. നിറവും മണം ഒന്നും ഇല്ലെങ്കിലാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക? അതൊരു പ്യുവർ വാട്ടർ ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റാം അല്ലേ. ഒരു ബിരിയാണി ഉണ്ടെന്ന് നിങ്ങളുടെ മുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ട് എന്ത് പറയും? നല്ല അടിപൊളി ബിരിയാണി, കാരണം നല്ല സ്പൈസിയാണ്, കറക്റ്റ് ഉപ്പാണ്, കറക്റ്റ് ടേസ്റ്റ് ആണെന്ന് പറയും. അതേപോലെ സ്മെൽ ചെയ്യുമ്പോൾ നല്ല മണം എന്ന് പറയും. പക്ഷേ മിസ് കുറച്ച് വെള്ളമാണ് നിങ്ങളുടെ മുമ്പിലോട്ട് കൊണ്ടുവന്ന് വെച്ചതെന്ന് വിചാരിച്ചോ, അപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്ന എന്തെങ്കിലും സാധനങ്ങൾ കാണാൻ പറ്റുമോ? ഒരു സാധനം കാണാൻ പറ്റില്ല. കാരണം നിറമോ മണോ രുചിയോ ഒന്നും ഇല്ലാത്ത ആളാണ് നമ്മുടെ വാട്ടർ, പ്യുവർ വാട്ടർ എന്ന് പറയുന്നത്. സോ ആ ഒരു പോയിന്റും നിങ്ങൾ ആലോചിച്ച് വെക്കുക. അതും ഒരു പ്രോപ്പർട്ടി ആണ്, ഒരു സ്പെഷ്യാലിറ്റി ആണ് നമ്മുടെ വാട്ടറിന്റെ. അപ്പൊ ഇതിന് ഈ ഒരു ടേബിൾ നിങ്ങൾ ഈസി ആയിട്ട് ഫിൽ ചെയ്യല്ലോ. കളർ ഉണ്ടോ? നോ കളർ. ആൻഡ് ഓർഡർ ഉണ്ടോ? മണമുണ്ടോ? നോ. ആൻഡ് ടേസ്റ്റ് ഉണ്ടോ? നോ. അപ്പൊ ഇതൊന്നും ഇല്ലാത്തതാണ് നമ്മുടെ വെള്ളം, നമ്മുടെ സ്വന്തം വെള്ളം. അപ്പൊ വെള്ളം സർവത്ര, തുള്ളി കുടിക്കാനില്ലത്രേ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പൊ അങ്ങനെയാണ് അവസ്ഥ എന്നുണ്ടെങ്കിൽ പോലും അല്ലേ, നമുക്ക് ശരിക്കും ശുദ്ധജലം കിട്ടാനില്ല. നമ്മള് ഭൂമിയിൽ വളരെ കുറഞ്ഞ പെർസെൻറ്റേജ് മാത്രമേ ശുദ്ധജലം ഉള്ളൂ. സോ നമ്മൾ വെള്ളത്തിലേക്ക് സംരക്ഷിക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം അല്ലേ. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ, ജലത്തിന് ആകൃതി ഉണ്ടോ എന്ന് മിസ് ഓൾറെഡി ചോദിച്ചു. അപ്പൊ നിങ്ങൾ എന്താണ് ആൻസർ ചെയ്യുക? ഷുവറായിട്ട് നിങ്ങൾ പറയും പ്രത്യേകിച്ച് ആകൃതി ഒന്നും ഇല്ല. അപ്പൊ അത് നമ്മൾ ഓൾറെഡി ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. നമ്മൾ ഏതൊരു കണ്ടെയ്നറിലാണോ എടുക്കുന്നത് അപ്പൊ ആ കണ്ടെയ്നറിന്റെ ഷേപ്പാണ് നമ്മുടെ വാട്ടർ കാണിക്കുക. സോ ഷേപ്പിന്റെ കേസ് ചോദിച്ചാലും നിങ്ങൾക്ക് പറയാൻ പറ്റും നോ, വെള്ളത്തിന് നിശ്ചിതമായ ആകൃതിയില്ല, അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിന്റെ ആ ഒരു അളവിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ആൻഡ് വാട്ടർ ഡസ് നോട്ട് ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ്, ഇറ്റ് ടേക്ക് ദ ഷേപ്പ് ഓഫ് ദ വെസൽ ഇൻ വിച്ച് ഇറ്റ് ഈസ് കണ്ടെയ്ൻഡ് എന്ന് പറയുന്ന, എന്ന് വെച്ചാൽ അതിൽ ഏതിലാണോ നമ്മൾ ആ പാത്രത്തിലാണോ വെള്ളം ഉള്ളത് അതിൻ്റെ ഷേപ്പ് ആയിരിക്കും നമ്മുടെ വെള്ളത്തിനുണ്ടാവുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തൂടാ, കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ പ്രോപ്പർട്ടീസ് പഠിച്ചു. വാട്ടറിന്റെ സ്പെഷ്യാലിറ്റി എന്തൊക്കെയാ ചോദിച്ചാൽ ചറ പറയുന്നത് അങ്ങ് എഴുതി കൊടുത്തോളേ. നീ ഓക്കെ അല്ലേ? റെഡി അല്ലേ? സോ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ അടിപൊളിയായിട്ട് കുറേ കാര്യങ്ങൾ പഠിച്ചു. അപ്പൊ ഇതുപോലെ കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടും നെക്സ്റ്റ് വീഡിയോസ് ഒക്കെ ആയിട്ട് മിസ് നെക്സ്റ്റ് ടൈം വരാം. അപ്പൊ അതുവരേക്കും ബൈ ബൈ, സീ യു, ബൈ.